ഞാൻ PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് മാത്സിലെ ചില ടോപ്പിക്കുകളിലെ ഇക്വേഷനൊന്നും മനപ്പാടാക്കി പഠിക്കാൻ എനിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2-3 രീതിയിൽ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കും. അതിൽ ഏതെങ്കിലും ഒരു രീതി ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആൻസർ കണ്ടെത്തുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ റാങ്ക് ഫയലിലൊക്കെ കാണുന്ന ഇക്വേഷൻ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കും. ഇനി അതല്ല, രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഉത്തരത്തിലെത്താനുള്ള ക്ലൂ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് കണ്ടെത്തി ഉത്തരത്തിലേക്ക് എത്തുന്നതാണ് രണ്ടാമത്തെ രീതി. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നൊരു രീതിയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈയിടെ നടന്ന LDC തിരുവനന്തപുരത്തിൻ്റെ മാത്സിലെ ചില ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യുമ്പോൾ 840 മൈനസ് 714 126 എന്ന് കിട്ടും. അപ്പോൾ ഈ 126 എന്ന് പറയുന്നതാണ് ഡിസ്കൗണ്ട്. അത് ഈ 840ൻ്റെ എത്ര ശതമാനം എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക 126 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 840. അപ്പോൾ ഈ 100ൽ ഒരു 0 ക്യാൻസലാകുന്നു, അതുപോലെ തന്നെ താഴെയുള്ള 840ൽ 0 ക്യാൻസലാകുന്നു. ഇനിയോ 126 6 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 21 എന്ന് കിട്ടും. അതുപോലെ തന്നെ 84 6 കൊണ്ട് ഹരിച്ചാൽ 14 എന്ന് കിട്ടും. 21 7 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 3 ഡിവൈഡ് ബൈ 14 2 എന്ന് കിട്ടും. 10 വെട്ടിക്കഴിഞ്ഞാൽ 5 3 ഇൻറ്റു 5 15 എന്ന് ആൻസർ കിട്ടും. ഹരിക്കാനൊക്കെ എളുപ്പമുള്ള ആളാണെങ്കിൽ ഡയറക്റ്റ്, അതായത് 126 21 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. അതുപോലെ തന്നെ 84 21 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 4 കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ലളിതമായി പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് ഈ വെട്ടിച്ചുരുക്കി ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു രീതിയിലാണ് ചിന്തിക്കുക. അതായത് 840ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 840 എന്നുള്ള ഈ ഒരു 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 84 കിട്ടും. 10% 84. അപ്പോൾ നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് തുക എത്രയാണ്? 126 ഡിസ്കൗണ്ട് 126. അപ്പോൾ 10% എന്ന് പറയുന്നത് 84 കിട്ടി. അപ്പോൾ അതിൻ്റെ നേരെ പകുതി 5% എന്ന് പറയുന്നത് 84ൻ്റെ പകുതി 42 ആയിരിക്കും. 10% 84, 5% 42. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 80 40 120 2 4 6 126 എന്ന് കിട്ടി. അപ്പോൾ 15% ആൻസർ എന്ന് കിട്ടി. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് ആ രീതിയിൽ ഉത്തരം കണ്ടെത്തുക. അടുത്ത ചോദ്യം നോക്കുക. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും? ഈ 3 പേരും ചേർന്ന് 1.5 മണിക്കൂർ എന്ന് പറയുന്നത്, അതായത് 90 മിനിറ്റ്. അപ്പോൾ ഇവർ ആകെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് 90 ഇൻറ്റു 3 270. അതിനി 2 പേർ ചേർന്ന് ചെയ്താൽ എത്ര സമയം എടുക്കുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 270/2 135 മിനിറ്റ് എന്ന് കിട്ടും. അതായത് 2 മണിക്കൂർ 15 മിനിറ്റ്. അതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2k+1 ഇൻറ്റു 2:5 = 2:7. അപ്പോൾ കൃത്യംഗങ്ങൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടാത്ത സമയത്ത് നമ്മളതിനെ നമുക്ക് അറിയുന്ന രീതിയിൽ ഒന്ന് മാറ്റിയെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 2:2 ഇൻറ്റു 2:1 അത് എത്രയാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്കറിയാലോ 4 ഇൻറ്റു 2 8 ആണെന്ന്, അതായത് 2:3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വന്ന മാറ്റം എന്താ? ഈ 2ൻ്റെയും 1ൻ്റെയും തുകയാണ് അവിടെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, 5 + 1 6 കിട്ടി. ഇനി എത്ര ചേർന്നാലാണ് 7 വരിക? 1. അപ്പോൾ 1 എന്നതാണ് ആൻസർ. നമുക്ക് ആൻസർ കിട്ടാത്തൊരു സമയത്ത് ഈ രീതിയിൽ ചെറിയൊരു കണക്കെടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യം നോക്കുക. ഒരു ജോലി
20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഞാൻ വർക്കിംഗ് ടൈം എന്നത് LCM മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നോക്കുക, എ 20 ദിവസം, എ പ്ലസ് ബി എന്ന് പറയുന്നത് 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബി മാത്രമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 12ൻ്റെയും 20ൻ്റെയും LCM എന്ന് പറയുന്നത് 60 അപ്പോൾ എ എന്ന് പറയുന്നത് 60/20 3 കിട്ടും. എ പ്ലസ് ബി എന്ന് പറയുന്നത് 60/12 5 എന്നും കിട്ടും. അപ്പോൾ നമുക്കിനി ബി കാണാൻ എളുപ്പമാണല്ലോ. 5 - 3 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 60. 60 ÷ 2 30 ആൻസർ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യയാണോ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയാണോ, അതുപോലെ അല്ലെങ്കിൽ വർഗ്ഗമാണോ ക്യൂബാണോ, ഇത്തരത്തിലൊക്കെ നോക്കണം. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് ഈ സംഖ്യകളുടെ തുകയാണ്. അതായത് സംഖ്യകളുടെ തുക കൂട്ടിക്കഴിഞ്ഞാൽ 17 വരണം. ഓപ്ഷൻ സി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 16 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒറ്റയാനെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം നോക്കുക. ഹെലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും തന്നിരിക്കുന്ന ആൽഫബറ്റുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിന് ആദ്യം തന്നിരിക്കുന്ന കോഡ് എന്തൊക്കെയാണ് മാറ്റം നോക്കുക. അതായത് H എന്നതിന് പകരമായിട്ട് K വന്നിട്ടുള്ളത്. അപ്പോൾ IJ 2 ആൽഫബറ്റ് പോയതിന് ശേഷം മൂന്നാമത്തതാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ W കഴിഞ്ഞ് X Y 2 ആൽഫബറ്റ് കഴിഞ്ഞ് Z വെച്ചിട്ട് തുടങ്ങുന്നതാണ് ആൻസറായി വരേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഒറ്റൊരെണ്ണം മാത്രമേ Z വെച്ചിട്ടുള്ളതുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? അപ്പോൾ 4 7 12 ഡാഷ്. അപ്പോൾ ഇതും സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. 4നോട് 3 കൂട്ടിയാൽ 7, 7നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 12. അപ്പോൾ 3 5 2 സംഖ്യകളാണ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ 12ൻ്റെ കൂടെ 5 + 2 7 ചേർത്ത് 19. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. എ എന്നത് സങ്കലനത്തെയും ബി എന്നത് വ്യവകലനത്തെയും സി എന്നത് ഹരണത്തെയും ഡി എന്നത് ഗുണനത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A 12C 6D 2B 5 എന്നത് എത്ര സൂചിപ്പിക്കുന്നു? ഇപ്പോൾ ബോർഡ് മാസ് എന്നത് മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ ആ ചിഹ്നം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 18 + 12 ÷ 6 × 2 - 5 എന്ന് വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹരണമാണ്. 12/6 2 എന്ന് കിട്ടും. അപ്പോൾ 18 + 2 × 2 - 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടത് ഗുണനാണ്. അപ്പോൾ 2 × 2 4 എന്ന് കിട്ടും. അപ്പോൾ 18 + 4 22 - 5 17. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? അപ്പോൾ രാജു ആദ്യം സഞ്ചരിക്കുന്നത് 8 കിലോമീറ്റർ വടക്കോട്ടാണ്. അപ്പോൾ നമ്മളൊരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ വടക്കോട്ട് എന്ന് പറയുമ്പോൾ മുകളിലോട്ടായിട്ട് വരും. ഇനിയോ വലത്തോട്ടേക്ക് 2 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടേക്ക് വരും. അതായത് വടക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തെക്ക് ദിശയിലായിട്ട് വരും. ഓപ്ഷൻ ബി തെക്ക് എന്നതാണ് ആൻസർ. വീഡിയോ കൂടുതൽ ലെങ്തി ആവണ്ടെന്ന് കരുതിയാണ് ചുരുക്കി പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.